അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അബ്ദുൾ റഷീദ് കുറ്റിപ്പുറം. ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. പ്രസക്തമാണത്. നമ്മുടെ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു പഴയ വീഡിയോ ആണ്. പഴയതല്ല, സമ്മേളനത്തിൽ പറഞ്ഞാണ്. ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഈ ജിന്ന് പിശാചിനെ സംബന്ധിച്ചുള്ള നമ്മൾ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള കുത്തിത്തിരിപ്പ് ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മൾ ഈ 100 കൊല്ലം ശ്രമിച്ചത് വലിച്ചെറിയുന്നതിന് തുല്യമാണ്. ഒരിക്കലും നിങ്ങൾ ആ വിഷയത്തിൽ ആര് പറഞ്ഞാലും, പറയുന്നവർ അത്ര തൻ്റെ ഉള്ളവരാണെന്ന് ഞാൻ പറയില്ല, ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കരുത്. നമുക്ക് കഴിഞ്ഞ 100 കൊല്ലമായി നമ്മൾ തുടർന്നു വരുന്ന അതേ ആദർശ പ്രചരണം, അതേ ആദർശം അങ്ങനെ തന്നെ തുടർന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, കേട്ടില്ലേ? പ്രസക്തമാണ് കേട്ടോ. പോകണം, നമുക്ക് 100 കൊല്ലം ബാക്കിലേക്ക് പോയേ പറ്റൂ. ആ അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു കഷ്ടമാണ്. 100 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? നിങ്ങൾ പറയണം. 100 കൊല്ലം മുമ്പ് നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായപ്പോൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മളൊക്കെ മുജാഹിദിലേക്ക് ഒരു 10-25 കൊല്ലം മുമ്പ് വരുമ്പോൾ നമ്മളൊക്കെ എന്താ മനസ്സിലാക്കിയത്? നമ്മൾ അസുഖം വരുമ്പോൾ റാക്കിനെ തിരഞ്ഞെടുക്കലായിരുന്നു. ഇറക്കാനും ചവിട്ടാനും ഊതാനും കുത്താനും തടിലാനും ഒക്കെ ആയിരുന്നു. നമ്മൾ അസുഖം വന്നാൽ നമ്മൾ ചികിത്സിക്കുമായിരുന്നു. നബി നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ പ്രവാചകൻ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചത്. അസുഖം വന്നാൽ ചികിത്സിക്കുക, ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക. വേറെ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? ഇന്നെന്താണ് അവസ്ഥ? അസുഖം അല്ലാഹു തരുന്ന പരീക്ഷണമാണ്, പുണ്യമാണ്. അതുവഴി നമ്മുടെ പാപം പുറത്തു കിട്ടാനാണ്. അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നതോട് തരുന്നതാണ്. അല്ലാഹു കൂടുതൽ സ്നേഹിക്കുന്നവർ കൂടുതൽ അങ്ങനെ അസുഖങ്ങൾ ഒന്ന് പരീക്ഷിക്കുക. അല്ലാഹു പറഞ്ഞതാണ്. അവിടെ പിശാച് കടന്നു നമ്മുടെ വഴികളിലേക്കും ശിർക്കിലേക്കും ഹറാമിലേക്കും വിദേഹത്തിലേക്കും അല്ലാഹു നന്ദികേട് പറയുന്ന വാക്കുകളിലേക്കോ പറയാൻ പ്രേരിപ്പിക്കും. സൂക്ഷിക്കണം. അതിനാണ് സൂക്ഷിക്കേണ്ടത്. ആ സൂക്ഷ്മത വിട്ട് എന്നിട്ടോ പിശാച് അസുഖം തരും എന്ന് പറഞ്ഞ് ഇങ്ങനെ ദിക്റിലി അടക്കുക. അതിന് എന്തൊക്കെ തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് വരെയാണ് ഓതുന്നത്. അസുഖം തരുന്നവനും അള്ളാഹു അല്ലേ മക്കളെ? ഇതൊന്ന് ആലോചിക്കുക. നമ്മൾ അതല്ലേ പഠിച്ചത്? ഈ ലോകത്തുള്ള സർവ്വ പിശാചുക്കളും കിട്ടാവുന്ന മുഴുവൻ പിശാചുക്കളും വിളിക്കട്ടെ. എല്ലാ റാക്കിമാരും ഒരുമിച്ച് കൂടട്ടെ. എന്നിട്ട് എല്ലാ സായർമാരും കിട്ടാവുന്ന മുഴുവൻ സൈന്യങ്ങൾ അവർ വിളിക്കട്ടെ. അപ്പുറത്ത് നിന്നിട്ട് നമുക്കൊരു ഉപദ്രവം വരുത്താൻ, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുള്ളു കുത്തിക്കാൻ പോലും അവർക്ക് കഴിയും. അപ്പുറത്ത് നമ്മളെ റബ്ബല്ലേ ഉള്ളത്, അല്ലേ? ഇനി നമ്മുടെ റബ്ബ് നമുക്കൊരു വിഷമം വരുത്താൻ വിചാരിച്ച്, അസുഖം വരുത്താൻ വിചാരിച്ച് ഇവർ ആരെക്കൊണ്ടെങ്കിലും തടുക്കാൻ പറ്റും. ഇത് വിശ്വസിക്കുന്നവരല്ലേ മുജാഹിദുകൾ? ഇങ്ങനെയല്ലേ 100 കൊല്ലം നമ്മൾ പഠിപ്പിച്ചത്, അല്ലേ? അസുഖം നമുക്ക് അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തിയതാണെന്നും അത് നമുക്ക് പുണ്യമാണെന്നും അതുവഴി നമ്മുടെ പാവം പൊറുക്കുള്ളതാണെന്നും അവിടെ നമ്മൾ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചികിത്സിക്കുകയാണെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ അവിടെ പിശാച് കടന്നു വന്ന് നമ്മൾ ശിർക്ക് വിദേഹത്തിലേക്ക് ഹറാമിലേക്ക് മനുഷ്യ പിശാച് ഒറിജിനൽ പിശാചും നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവിടെ സൂക്ഷിക്കണം എന്നല്ലേ നമ്മൾ പഠിപ്പിച്ച്. അള്ളാഹു പറഞ്ഞു നിങ്ങളപ്പോൾ ഇന്നാലില്ലായോ ഇന്നാലി റാജുവിൻ പറയണമെന്നല്ലേ പഠിപ്പിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. എന്തൊരു കഷ്ടമാണ് റബ്ബേ. പിശാച് അസുഖം വരുത്തുമെന്ന് പറഞ്ഞ് അസുഖം അള്ളാഹു തരുന്ന പരീക്ഷണമാണ്, നമുക്ക് പുണ്യമാണെന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി വരും പിശാച് അസുഖം വരുത്തുമോ? രാജീസും ശരിയാണോ? ആശീസ് പഠിച്ചവനെ ഖുർആൻ ശരി. എന്തായി ഇവരോട് നമ്മൾ പറയാം? വിചാരിപ്പെട്ടവർ ഇതൊക്കെ പറഞ്ഞെടുക്കുകയാണ്. അല്ലാതൊക്കെ ഇതൊക്കെ ജിന്നി പിശാചിക്കോട് തേടിയ ചെറുക്കല്ലാത്തൊരു ഇനാണെന്ന് പറയാനും ഇതിനെ ചവിട്ടിക്കുത്തി ഇറക്കി ഊതി മന്ത്രിച്ച് ഇറക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടിക്കാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ ഇവർ പറയുന്നില്ലല്ലോ. കാറ്റ് തരുന്നത്, മഴ തരുന്നത്, ഇടിമിന്നലേൽപ്പിച്ച് മരിപ്പിക്കുന്നത്, അതൊക്കെ എന്താ പറയുക? മീക്കായിലെന്ന് പറയാത്ത? മഴ കൊണ്ട് കൂടുതൽ മഴ വന്ന ഒരാൾ മരിച്ച മീക്കായിൽ മരിപ്പിച്ചെന്ന് പറയാറുണ്ടോ? ഇടിമിന്നൽ കൊണ്ട് ആരെങ്കിലും മരിച്ച മീക്കായിൽ മരിപ്പിച്ചെന്ന് പറയാറുണ്ടോ? ഉണ്ടോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അസ്രായിൽ മരിപ്പിച്ചെന്ന് പറയാറുണ്ടോ? ഇല്ല. അള്ളാഹു മരിപ്പിച്ചെന്നല്ലേ പറയില്ല നമ്മൾ? അള്ളാഹു നൽകിയെന്നല്ലേ പറയില്ല നമ്മൾ? എന്നാൽ അസുഖം തന്നാലോ അത് പിശാചി നൽകി. എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണോ? അള്ളാഹു ഒരു അസുഖം നമുക്ക് തരാൻ ഉദ്ദേശിച്ചാൽ അത് അള്ളാഹ് ഇഷ്ടമുള്ള സബബിലൂടെ തിരഞ്ഞെടുത്ത പിശാചിലൂടെ എങ്ങനെയാണെങ്കിൽ നമുക്ക് തരുന്നതായിരിക്കാം. അങ്ങനെയൊന്നല്ല. ഇഖ്തിയാറുണ്ട്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ഇഖ്തിയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. അവർ അസുഖം തരും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരുപാട് ന്യായങ്ങളും മറ്റും മറിച്ചതും തെളിവും ഖുർആനിലൊക്കെയാണ് ആയത്തോതുന്നത്. അള്ളാഹു ആക്കട്ടെ. എന്താ ഇതിനൊക്കെ പറയാം? ഖുർആൻ ആയത്തോത് വല്ലാത്ത കഷ്ടമാണ്. എന്തിന്? അള്ളാഹു നമുക്കൊരു അസുഖം മറ്റുള്ള പിശാചിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നൽകുമെന്ന് പറയാനല്ല, അതിനല്ല. പിശാച് അസുഖം വരുത്തും. അപ്പോൾ അള്ളാഹിന് ഓർമ്മയില്ല. അസുഖം വരുത്തുന്ന പിശാച്, അസുഖം മാറ്റുന്ന അള്ളാഹ്. ഇവിടേക്കെത്തി. വല്ലാത്തൊരു കഷ്ടമാണ് സഹോദരങ്ങളെ. എന്ത് പറ്റി നമുക്ക്? പിശാചിനെ അള്ളാഹ് എന്തിനാണ് പഠിച്ചതെന്നാണ് മറന്നുപോയി. ഓൻ്റെ യഥാർത്ഥ ശത്രുത എന്താണെന്ന് മറന്നുപോയി. എന്തിനാണ് ഓനെ സൂക്ഷിക്കേണ്ടതെന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അത് ഒരു പ്രശ്നമില്ല. നമുക്കുണ്ട് അതൊക്കെ വരിക. നമ്മളൊക്കെ മുജാഹിദിൻ്റെ ആൾക്കാരല്ലേ? ഇത്ര കൊല്ലം തൗഹീദ് പറഞ്ഞവരാ. നമുക്ക് എന്ത് പേടിയാണ് പിശാചിനെ? നമ്മളെന്താ പഠിപ്പിക്കാൻ പറ്റിയ തൗഹീദിൽ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ടോ നമ്മളെ അസുഖം വരുമ്പോൾ അതിനെ ഇറക്കാനും ചവിട്ടാനും കുത്താനും അവിടെ എന്തൊക്കെ മാർഗം? എവിടുന്ന ഒരു വിഭാഗം നമ്മൾ ജിന്നി പിശാചികളോട് തേടിയ ശിർക്കല്ലാത്ത ഒരിനുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജീവിതം, ആരോഗ്യവും, സമ്പത്തും, ആയസും ചെലവാക്കുകയാണ് അവർ. അതിനുവേണ്ടി ഒരു കോളേജ് തന്നെ ജാമ്യയിൽ ഇന്ത് നടത്തിയിട്ടുണ്ട്. അതിന് കുറച്ച് ഹിക്മികളൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കാറുണ്ട്. ജിന്നി പിശാചികൾ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധമായി ജിന്നി പിശാചികളോടുള്ള എല്ലാ സാധ്യതയോട് ശിർക്കാന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുക. അങ്ങനെ ശിർക്കായതുകൊണ്ട് പറയണോ ആകാത്തതുണ്ടെന്ന് പറയണമെന്ന്. അത് വസീൽ ശിർക്കുണ്ടെന്ന്. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ല എന്നുള്ള വിശ്വാസവും ശിർക്കാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മേപ്പോട്ട് അത് ശിർക്കൊന്നല്ല, പ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞത്. ജിന്നിനോട് തേടി എല്ലാം ശിർക്കുന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെ എത്തി നോക്കി നിങ്ങൾ? വല്ലാത്തൊരു കഷ്ടമാണ്. ഇതൊക്കെ പഴിച്ചു പോയത് എവിടെ നിന്നത്? ഈ പിശാചിനെ നമ്മൾ അവന് വേണ്ടി വാദിക്കാൻ എന്ന് നിന്നോ അതോടുകൂടി പഴിച്ച് പിന്നെ അവൻ്റെ ആളുകളായി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, അസുഖം തരുന്നതിന് അള്ളാഹു മാത്രമാണ്. അള്ളാഹ് അതൊരു കൂറും പങ്കുകാരനും ഒന്നുമില്ല. അത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തിയത്. അത് ആ സമയത്ത് അള്ളാഹു നൽകുന്നു. അത് നമുക്ക് പുണ്യം. നമ്മളെ ശുദ്ധീകരിക്കാനാണ്. അങ്ങനെയാണ് അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപക്കപ്പെടുന്നതിന് പുറത്തുനിന്ന് നമ്മൾ അള്ളാഹു അവിടെ നമ്മളെ സ്വർഗ്ഗത്തിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ളതുകൊണ്ട്, അല്ലാതെ പിശാചല്ല അസുഖം, അള്ളാഹുവാണ്. അള്ളാഹ് ഇഷ്ടമുള്ള സബബ് അതിനെ തിരഞ്ഞെടുക്കും. മനസ്സിലായോ? അത് നമ്മൾ അവർക്ക് അതിൽ ഇഖ്തിയാറും സമതിയത്തൊന്നുമില്ല. ഒന്നും അള്ളാഹുവിൻ്റെ ആ പ്രവർത്തനത്തിൽ അവർക്ക് യാതൊരു കൂറും പങ്കും ഒരു പിശാചിനും കൊണ്ടുവരാൻ പറ്റില്ല.
അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സഭയിലൂടെ നമുക്ക് അസുഖം തന്നാൽ അത് അള്ളാഹു തന്നാണെന്ന് പറഞ്ഞു, അത് അള്ളാഹിൻ്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞു, അള്ളാഹ് എന്നെ സ്നേഹിക്കണമെന്ന് തന്നാന്ന് പറഞ്ഞു, എൻ്റെ പാപം പുറത്തിട്ടാണ്. അവിടെ എന്താ തീരുമാനം എടുക്കുന്നത്? അള്ളാഹിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചികിത്സിക്കണം എന്ന് എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ചികിത്സ നബിത്തങ്ങളല്ലേ പറഞ്ഞത്, ചികിത്സിക്കണം, ക്ഷമിക്കണം, പ്രാർത്ഥിക്കണം, അവിടെ ഒതുങ്ങണം. അതാണ് 100 കൊല്ലം പിന്നെ നിൽക്ക് പോയിട്ടുണ്ട് മക്കളെ. തിരിച്ചു വരണം. നമ്മളെ പണ്ഡിതന്മാരൊക്കെ ഇനി പഴയതുമെന്ന് തുടങ്ങട്ടെ. ആദ്യം എന്നുള്ള തൗഹീദ് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് 100 കൊല്ലം മുമ്പ് പഠിപ്പിച്ചത്, അവിടെ നിന്ന് തുടങ്ങണം. അവിടെ നിന്ന് തുടങ്ങണം. ഇനി തുടങ്ങിയേ പറ്റുള്ളൂ, അല്ലാതെ ഇനിയിപ്പോൾ കാര്യമില്ല.